ചൈന കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യ ആനയെ പോലെയും ചൈന ഡ്രാഗനെ പോലെയുമാണെന്നും ഇരു രാജ്യങ്ങളുടെയും സംസ്കാരങ്ങൾ ഏറെ സാമ്യതയുള്ളതാണെന്നും ഒക്കെ പ്രസ്താവനകൾ പുറത്തുവന്നു. 2024 റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും തീരുമാനമെടുത്തതാണ്. ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഉച്ചകോടിക്കായി മോദി ചൈനയിലുണ്ട്. ഈ സന്ദർശനം ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇവിടെ നെഞ്ചെടുപ്പ് കൂടുന്നത് ട്രംപിനും അമേരിക്കയ്ക്കുമാണ്. കാരണം ഇന്ത്യ എപ്പോഴും എല്ലാ രാജ്യങ്ങളോടും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരു വേർതിരിവുമില്ലാതെ നല്ല നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ട്രംപിന്റെ തലതിരിഞ്ഞ താരിഫ് നയങ്ങൾ ഇന്ത്യയെ കുറച്ചൊന്നും ചൊടിപ്പിച്ചത്. ട്രംപ് ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പുറത്തെടുക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ കാർഷിക ഡയറി മേഖലകൾ അമേരിക്കയ്ക്ക് വേണ്ടി തുറന്നുകൊടുത്തില്ല എന്നതാണ് അതിൽ ഒരു കാരണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ താരിഫ് വാറിലേക്ക് വഴിവെച്ചത്. ഇപ്പോൾ ഇതെല്ലാം ഇന്ത്യയെ കൂടുതൽ ചൈനയോടും റഷ്യയോടും അടുപ്പിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ പ്രവൃത്തികൾ ഇന്ത്യയെ ഈ തന്ത്രപരമായ നീക്കത്തിലേക്ക് കൊണ്ടെത്തിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം. മോദിയുടെ ചൈന സന്ദർശനം ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും വ്യാപാര സുരക്ഷാ സഹകരണങ്ങൾ വർദ്ധിപ്പിക്കുവാനും വഴിവെക്കും. 2025 ജനുവരിയിൽ ഇന്ത്യ ചൈന വിമാന സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു. കൈലാസ് മാനസ സരോവർ തീർത്ഥാടനവും തുടങ്ങിയതാണ്. പക്ഷെ അതിർത്തി തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാത്തതിനാൽ ഇന്ത്യ ചൈനയോട് പൂർണ്ണ വിശ്വാസം വച്ചിരുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും RIC ശക്തമാക്കാൻ ട്രംപ് തന്നെ ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുകയാണ്. ഇവിടെ ലോട്ടറി അടിച്ചത് റഷ്യക്കാണ്. കാരണം ഇന്ത്യ ചൈന റഷ്യ എന്നിവ ഒന്നിക്കുന്ന RIC എന്ന സഖ്യം പുടിന്റെ വലിയ സ്വപ്നമാണ്. പുടിൻ കാലങ്ങളായി ശ്രമിച്ചിട്ട് നടക്കാത്ത ഈ കാര്യം ട്രംപിന്റെ താരിഫുകൾ ദിവസങ്ങൾക്കുള്ളിൽ നടത്തിക്കൊടുത്തുവെന്ന് പറയാം. റഷ്യൻ വിദേശകാര്യമന്ത്രി ലാവ്റോവ് RIC വീണ്ടും തുടങ്ങണമെന്ന് പറയുകയുണ്ടായി. അന്ന് ചൈന ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തതാണ്. പക്ഷെ അപ്പോഴും ഇന്ത്യ അത് അത്ര കാര്യമായി കണ്ടിരുന്നില്ല. അമേരിക്കയെ പിണക്കണ്ട എന്നതും ചൈനയോടുള്ള വിശ്വാസക്കുറവുമായിരുന്നു അതിനുള്ള പ്രധാന കാരണം. എന്നാൽ ഇപ്പോഴിതാ മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച RIC വീണ്ടും ശക്തമാക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാർ ട്രംപ് പുടിന്റെ പ്രോക്സിയാണോ എന്ന് പോലും സംശയിച്ചു പോകും. കാരണം റഷ്യക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ ട്രംപ് പുടിനെയും കടത്തിവെട്ടി മുന്നിൽ ഓടുകയാണ്. അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യയെ റഷ്യയിൽ നിന്നും അകറ്റി ചൈനയ്ക്കെതിരെ ഒരു കരുവാക്കാനായിരുന്നു. പക്ഷേ താരിഫ് നയങ്ങൾ ഇന്ത്യയെ ചൈനയോടും റഷ്യയോടും കൂടുതൽ അടുപ്പിച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ ഏഷ്യയിലെ സ്വാധീനം കുറയ്ക്കുന്നതിലേക്കും വഴിവെക്കും. RIC ശക്തമാവുന്നത് അമേരിക്കയുടെ ആധിപത്യത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. ഇന്ത്യ ചൈന റഷ്യ എന്നീ 3 ആണവ ശക്തികൾ ഒന്നിച്ചാൽ വ്യാപാരം, സുരക്ഷാ സഹകരണം എന്നിവയിൽ പുതിയ സന്തുലനം ഉണ്ടാകും. ഇത് ബ്രിക്സിന്റെയും SCOയുടെയും സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു മൾട്ടിപോളാർ ലോകക്രമത്തിന് അത് വഴിയൊരുക്കും. എന്തായാലും എല്ലാം ട്രംപിന്റെ അനുഗ്രഹം തന്നെ.